പറ, ഇന്നലെ രാത്രി എന്താ നടന്നേ? നിങ്ങൾക്കിടയിൽ വല്ലതും നടന്നോ? ഇന്നലെ ആയിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്? നിക്ക് നിക്ക്, സത്യം പറ, നടന്നോ? കാർത്തി അവന് മുന്നിൽ വന്ന് നിന്ന് ചോദിച്ചു. നീ മുന്നിൽ നിന്ന് മാറി നിൽക്ക്, റേ അവനോടായി പറഞ്ഞു. എന്നാൽ കാർത്തി അവനെ കളിയാക്കാൻ കിട്ടിയ അവസരം ഒരിക്കലും പാഴാക്കില്ലായിരുന്നു. അവൻ മനഃപൂർവ്വം റേയെ ദേഷ്യം പിടിപ്പിക്കാനായി നിന്നു. റേ, ഇന്നലെ ശരിക്കും നടന്നല്ലേ? അതുകൊണ്ടല്ലേ നീ വൈകി എണീറ്റത്? എനിക്കറിയാം അതാണ് കാരണമെന്ന്. അല്ലാതെ നീ ഇങ്ങനെ നേരം വൈകി എഴുന്നേൽക്കാൻ യാതൊരു ചാൻസും ഇല്ല. അവൻ കളിയാക്കുന്ന മട്ടിൽ ചോദിച്ചു. ഒന്ന് മിണ്ടാതിരിയടാ. റേ അതും പറഞ്ഞ് കൈ ഉയർത്തി അവന്റെ മുഖത്ത് വെച്ച് കാർത്തിയെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് മുന്നോട്ട് നടന്നു. പക്ഷെ കാർത്തിയെ പിന്തിരിപ്പിക്കാൻ അതൊന്നും പോരായിരുന്നു. അവൻ വീണ്ടും പിറകെ ചെന്നു. അപ്പൊ ശരിക്കും എല്ലാം നടന്നല്ലേ? നിന്റെ ഈ മൗനം അതാണോ സൂചിപ്പിക്കുന്നത്? ശരിക്കും നടന്നോ? ഒന്ന് പറ ബോസേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മാമനാവോ? അവൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും റേ അവന്റെ ഓഫീസ് റൂമിൽ എത്തിയിരുന്നു. കാർത്തിയുടെ മുന്നിൽ വലിയ ശബ്ദത്തോടെ ആ വാതിൽ അടഞ്ഞു. ആ അടഞ്ഞ വാതിലിലേക്ക് നോക്കി കാർത്തി വാ പൊത്തി പതിയെ ചിരിച്ചു. അവന് നന്നായി അറിയാമായിരുന്നു അവർക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷെ റേയെ ഒരു മനുഷ്യനായി കാണുന്ന ചുരുങ്ങിയ അവസരങ്ങളിലെ തനിക്ക് അവനെ ഇങ്ങനെ കളിയാക്കാനും ദേഷ്യം പിടിപ്പിക്കാനും പറ്റൂ എന്നവനറിയാം. അതുകൊണ്ട് തന്നെ ആ അവസരങ്ങൾ അവൻ നന്നായി ഉപയോഗിക്കാൻ നോക്കും. ഗാഥയ്ക്ക് മനസ്സിലായി എന്തോ അർജന്റ് കാര്യത്തിനാണ് അവൻ ഇറങ്ങുന്നതെന്ന്. അവൾ അവന്റെ കൂടെ മുൻവശത്തേക്ക് നടന്നു. പെട്ടെന്ന് വരണം, ഞാൻ കാത്തിരിക്കും, അവൾ അവൻ ഇറങ്ങാൻ നേരം പറഞ്ഞു. നാളെ തന്നെ വരാം. ജോസഫേട്ടാ, ഞാനൊന്ന് എറണാകുളം വരെ പോവുകയാണ്. അവിടെ 1-2 ജോലികളുണ്ട്. ശരി കുഞ്ഞേ. മോള് പോയിട്ട് ഇന്ന് തന്നെ വരില്ലേ? അയാൾ ചോദിച്ചു. നോക്കട്ടെ, ഉറപ്പില്ല. അനിയന്റെ അടുത്ത് ഒന്ന് കയറണം. അവൻ നിർബന്ധിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ ഇന്ന് തന്നെ വരും. ഇവിടെ അദ്ദേഹം ഇല്ലാത്തപ്പോഴല്ലേ എനിക്ക് അവന്റെ കൂടെ നിൽക്കാൻ പറ്റൂ? ഗാഥ പറഞ്ഞു. എന്നാ കുഞ്ഞു പൊയ്ക്കോ. ഇവിടുത്തെ കാര്യം ജോസഫേട്ട് നോക്കിക്കോളാം. ശരി, ഞാൻ നേരത്തെ വരാൻ നോക്കാം. ഗാഥ യാത്ര പറഞ്ഞിറങ്ങി. അന്ന് രാവിലെ നടന്ന സംഭവവും റേയുടെ സ്വപ്നങ്ങൾ നേടാൻ പറഞ്ഞ വാക്കുകളും അവളിൽ പതിവില്ലാത്ത ഒരു ഊർജം നിറച്ചിരുന്നു. അവൾ ബസ്സിൽ സൈഡ് സീറ്റിലിരുന്ന് ആ മഞ്ഞു മൂടിക്കിടക്കുന്ന താഴ്വരകളുടെ ഭംഗി ആസ്വദിച്ചു. അവയ്ക്ക് എന്നത്തെക്കാളും സൗന്ദര്യം ഇന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ആ തണുത്ത കാറ്റിൽ അവളുടെ നനുത്ത മുടിയിഴകൾ പാറിപ്പറന്നു. എറണാകുളം സിറ്റി. ഗാഥ ബസ്സിറങ്ങി നേരെ മുന്നിലുള്ള